ഞാൻ സത്യം പറഞ്ഞാൽ എന്നോട് ഒരു പറഞ്ഞു പുസ്തകം അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയ പുസ്തകം റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനേക്കാൾ ഒരാളെ ഗുരുവായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഒരാൾക്ക് ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ എന്തുണ്ടാകാൻ? എനിക്ക് ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ എന്ത്? ഞാൻ നിറകണ്ണുകളോടെയാണ് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ പ്രഭാഷകൻ അത് സാനു മാസ്റ്റർ. ഒരു സംശയമില്ല, ഞാനിപ്പോൾ പറയുന്നതല്ല ഈ വേദിയിൽ, ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനേക്കാൾ വലിയൊരു പ്രഭാഷകൻ എൻ്റെ മുമ്പിലില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം ഞാൻ വൈക്കത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഞാൻ സാനു മാഷിന്റെ പുസ്തകം വായിച്ച ഓർമ്മയിലായിരുന്നു എൻ്റെ പുസ്തകം. ഞാൻ പറയുന്ന പോലെയാണ് ഞാൻ പ്രസംഗിച്ചതാണ്. സാനു മാസ്റ്ററുടെ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 21 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ MG സർവകലാശാല യൂണിയൻ ചെയർമാനായി എറണാകുളത്ത് യുവജനോത്സവം നടത്താൻ വരുമ്പോഴാണ് അദ്ദേഹത്തെ വീട്ടിൽ പോയി ആദ്യം കാണുന്നത്. അന്ന് തോമസ് മാത്യു സാർ മഹാരാജി പഠിപ്പിക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയ ഒരു പരിചയമാണ്. ഇപ്പോൾ തോമസ് മാത്യു സാർ എഴുതിയ പുസ്തകം ഗുരവേ നമ എന്നാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ഗുരുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് സാനു മാസ്റ്റർ എന്ന് പറയാൻ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. കുറേ ആളുകൾ ധരിച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാണെന്നാണ്. എനിക്ക് മഹാരാജസിൽ പഠിക്കാനും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാകാനും ഭാഗ്യമില്ലാതെ പോയ ഒരാളാണ്. പക്ഷെ പലരുടെയും ധാരണ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഞാനും അത് ഇല്ല എന്ന് പറയാറില്ല. ഞാനും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും നീങ്ങുന്നത്. അത് കാരണം അതൊരു അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരിക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്. ഇവിടെ തോമസ് മാത്യു സാർ ചോദിച്ചതുപോലെ ഏത് കാര്യം ചോദിച്ചാലും അതിനപ്പോൾ ഉത്തരവുണ്ടാകും. സാഹിത്യവുമായി ബന്ധപ്പെട്ട, സാഹിത്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട, ലോക വിശ്വസാഹിത്യവുമായി ബന്ധപ്പെട്ട ഏത് എഴുത്തുകാരനെ പറ്റി ചോദിച്ചാലും, ഏത് കൃതിയെക്കുറിച്ച് ചോദിച്ചാലും അപ്പോൾ ഞാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ എല്ലാ മുഹൂർത്തങ്ങളെയും കുറിച്ചും കഥാപാത്രങ്ങളെയും കുറിച്ചും ഞാൻ ഇത്രമാത്രം ഓർമ്മശക്തിയുള്ള ഒരു വായനക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യമായിട്ട് പറയാം, ഇത്രമാത്രം ഓർമ്മശക്തിയുള്ള ഒരു വായനക്കാരൻ അവസാനം വരെ ഞങ്ങൾ കൊതിയോടുകൂടി കേട്ടിരിക്കും. ഞാനൊരു കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും രാഷ്ട്രീയ നേതാക്കളുടെ, പൊതുപ്രവർത്തകരുടെ, എഴുത്തുകാരുടെ, ബുദ്ധിജീവികളുടെ എല്ലാം ഒരുപാട് പ്രഭാഷണങ്ങൾ ജീവിതത്തിൽ കേൾക്കാൻ ഭാഗ്യമുണ്ടായവരാണ് നമ്മളെല്ലാവരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ പ്രഭാഷകൻ അത് സാനു മാസ്റ്റർ. ഒരു സംശയമില്ല, ഞാനിപ്പോൾ പറയുന്നതല്ല ഈ വേദിയിൽ, ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനേക്കാൾ വലിയൊരു പ്രഭാഷകൻ എൻ്റെ മുമ്പിലില്ല. എനിക്ക് ഭയങ്കരമായ, പണ്ടൊക്കെ എനിക്ക് അസൂയ തോന്നി, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. അവസാന സമയത്ത് പോലും അദ്ദേഹത്തിന് തീരെ ആരോഗ്യം ഇല്ലാതിരുന്നൊരു സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ വേദിയിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ കൊച്ചിയിലെ തന്നെ BTH വെച്ചും മറ്റ് പല സ്ഥലത്ത് വെച്ചും ഞാൻ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒഴുകി വരികയാണ്. ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പുസ്തകങ്ങൾ, എഴുത്തുകാർ, അതിലെ കഥാപാത്രങ്ങൾ, അതിന് പറഞ്ഞ പ്രത്യേകതകൾ, ആ വിഷയവുമായി ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, സംസാരിക്കുന്ന വിഷയവും തൻ്റെ വായനയുമായി, തൻ്റെ ഇത്രയും വർഷക്കാലത്തെ അനുഭവവുമായി ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്തോ ഒരു ദൈവിക സിദ്ധി പോലെയാണ്, ഒരു ദൈവത്തിൻ്റെ വരദാനം പോലെയാണ്. ആ നാവിൽ നിന്ന് അതിങ്ങനെ വരിക. നമ്മൾ അത്ഭുതത്തോടു കൂടി, ഞാൻ ഒരുപാട് സദസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിരുന്ന ഒരാളാണ്. എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് ഒരു പ്രഭാഷകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വായനയുടെ ആഴം എന്താണെന്ന് ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് ആ പ്രഭാഷണത്തിലൂടെയാണ്. എനിക്ക് മറ്റൊരവസരം കൂടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡയലോഗ് വിത്ത് VDS എന്ന് പറഞ്ഞ കോവിഡ് കാലത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടാൻ, പ്രധാനപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ, ഇൻ്റർവ്യൂ നടത്താൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് അതിന് അർഹതയുണ്ടോയെന്ന് അറിയില്ല, അദ്ദേഹത്തെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സമ്മതിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ ബോൾഗാട്ടി പാലസിൽ കൊണ്ടുപോയി. അവിടെയൊക്കെ അദ്ദേഹം വന്നു. അതിമനോഹരമായൊരു ഇൻ്റർവ്യൂ. എനിക്കറിയാമല്ലോ, വെറുതെ തുടങ്ങി വെച്ചാൽ ഇൻ്റർവ്യൂവർക്ക് വലിയ റോളൊന്നുമില്ല. ഞാനാകെ 4-5 ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എവിടെ
കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കണം എന്ന് എനിക്ക് അറിയാമായിരുന്നു ആ ഇന്റർവ്യൂവിൽ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ്, ഞാൻ അത്രയും നടത്തിയ ഇന്റർവ്യൂവിൽ ഏറ്റവും കുറച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. സാധാരണ ഇന്റർവ്യൂവിലൊക്കെ ഇന്റർവ്യൂമാരാണല്ലോ കൂടുതൽ സംസാരിക്കും, അതറിയാമല്ലോ. ഇന്റർവ്യൂ നടത്താൻ വന്നിരിക്കുന്ന ആളുടെ ഗതികേടായിരിക്കും പലപ്പോഴും മറ്റേ ആൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനും അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ മാഷിന്റെ അടുത്ത് മാത്രം ഞാൻ അദ്ദേഹത്തിന്റെ മർമ്മം കണ്ടറിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ, പിന്നെ ഞാൻ പറഞ്ഞാൽ ഒഴുക്കായിരുന്നു എനിക്ക്. അതിന് ഭയങ്കരമായ, അത് നല്ല വൈറലുമായി അദ്ദേഹവുമായിട്ട് നടത്തിയ ഇന്റർവ്യൂ. ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹം എഴുതിയ ആദ്യത്തെ പുസ്തകം വായിക്കുന്നത് ചങ്ങമ്പുഴയെ കുറിച്ച്, നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്ന് എഴുതിയ പുസ്തകമാണ് ആദ്യം വായിക്കുന്നത്. ചങ്ങമ്പുഴ കവിത പോലെ തന്നെ മനോഹരമാണ്. ചങ്ങമ്പുഴയെ ഇതുപോലെ മനോഹരമായി മറ്റൊരാരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ചങ്ങമ്പുഴ കവിതകൾ മുഴുവൻ രണ്ടാമത് വായിച്ചു. ഈ പുസ്തകം നമ്മളെ ഇൻസ്പയർ ചെയ്യാണ് വീണ്ടും. മറ്റത് കുറച്ച് കവിതകൾ, എല്ലാവരും പാടി നടക്കുന്ന കുറെ കവിതകളല്ലാതെ ഞാൻ ചങ്ങമ്പുഴ കവിതകൾ മുഴുവൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്ന ചങ്ങമ്പുഴയെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഞാൻ മുഴുവൻ ചങ്ങമ്പുഴ കവിതകളുടെ സമാഹാരം. അന്നൊക്കെ ഇത്തിരി പാടാണ് ഇത്രയും പുസ്തകമൊക്കെ, ഇപ്പോഴത്തെ പോലെ എളുപ്പമല്ല പുസ്തകം കിട്ടാൻ. ഒരുപാട് ഓടി നടക്കണം, എല്ലാ ലൈബ്രറിയിൽ പോലും എല്ലാ പുസ്തകവും ഉണ്ടാവില്ല. പക്ഷെ ഓടി നടന്ന് ഇതുപോലെ സമാഹാരങ്ങൾ മുഴുവൻ കിട്ടുന്നതല്ല. ഇപ്പോ ചങ്ങമ്പുഴയുടെയൊക്കെ സമാഹാരം നമുക്ക് കിട്ടും. ആ പുസ്തകം മുഴുവൻ, പിന്നെ കുറെ നാള് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പിന്നെ ഈ ചങ്ങമ്പുഴ കവിതയും അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞതുമായിരുന്നു. അത്രമാത്രം നമ്മൾ അദ്ദേഹം എഴുതുമ്പോൾ ചങ്ങമ്പുഴയെ കുറിച്ച് വായിക്കാൻ വായനക്കാരനെ നമ്മളെ പ്രേരിപ്പിക്കുന്നു, ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളത് വായിച്ച് അടങ്ങും നമ്മൾ. അതാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ശക്തി. പിന്നെ അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി അദ്ദേഹം എഴുതിയ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്നുള്ള അതിമനോഹരമായ ഒരു പുസ്തകം. എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു അനുസ്മരണ സമ്മേളനം ഞാൻ വൈക്കത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഞാൻ സാനുമാഷിന്റെ പുസ്തകം വായിച്ച ഓർമ്മയിലായിരുന്നു എന്റെ പുസ്തകം. ഞാൻ പറയുന്ന പോലെയാണ് ഞാൻ പ്രസംഗിച്ചതാണ്. പക്ഷെ എന്റെ കണ്ടന്റ് മുഴുവൻ സാനുമാഷിന്റെ ഈ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നുള്ള അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിനെ എത്ര ഭംഗിയായിട്ടാണ് ആ ഒരു എഴുത്തുകാരനെ, അദ്ദേഹത്തിന്റെ ലാളിത്യത്തെ, അദ്ദേഹത്തിന്റെ വാക്കുകളെ, അദ്ദേഹം സാനുമാഷ് പറയുന്നുണ്ട്, ക്ലിഷ്ടതയോടുകൂടി എഴുതാൻ, ഭയങ്കര ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ എഴുതാൻ എളുപ്പമാണ്. ഏറ്റവും സിമ്പിളായിട്ട് എഴുതാൻ, ഏറ്റവും ലളിതമായിട്ട് എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സാനുമാഷും അങ്ങനെ തന്നെ ലളിതമായിട്ടല്ലേ പറയുന്നത്. ലളിതമായിട്ട് വലിയ കാര്യങ്ങൾ ഏറ്റവും ലളിതമായി പറയാനും ലളിതമായി അവതരിപ്പിക്കാനും കഴിയുന്നതാണ്. അത് പ്രസംഗം അങ്ങനെ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് കുറച്ച് സങ്കീർണതകളും ക്ലിഷ്ടതകളൊക്കെ വരുത്തി സംസാരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തെ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ഏറ്റവും സിമ്പിളായി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രഭാഷകന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലി, ഏറ്റവും വലിയ ചാലഞ്ച്. എഴുത്തുകാരൻ്റെയും വലിയ ചാലഞ്ച് അതാണ്, ഏറ്റവും ലാളിത്യത്തോടുകൂടി. അപ്പൊ അതിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലാളിത്യത്തെക്കുറിച്ചും അതിന്റെ ആഴത്തെക്കുറിച്ചും എല്ലാം അതിമനോഹരമായി എഴുതിയ പുസ്തകം. പിന്നീട് സാനുമാഷിന്റെ നമ്മളെ ഗുരുവായി അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതുകൊണ്ടുള്ള എത്രയോ പുസ്തകങ്ങൾ വായിച്ചെന്ന് അറിയില്ല. ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും വായിച്ചില്ല. അദ്ദേഹം 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നെ പിന്നീട് ഒരു ജീവചരിത്രം എന്ന നിലയിൽ അതുപോലെ തന്നെ വല്ലാതെ സ്വാധീനിച്ചത് കർമ്മഗതിയാണ്. കർമ്മഗതിയുടെ അവതാരിക എഴുതിയ കൃഷ്ണനായർ സാർ ഇരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തും കർമ്മഗതിയെ കുറിച്ചാണ് ആലോചിച്ചത്. ഇപ്പൊ കൃഷ്ണനായർ സാറോട് ഞാൻ പറഞ്ഞു, സാറിനെ കുറിച്ച് ഇന്ന് ഞാൻ ഓർത്തു വന്നു. കർമ്മഗതി ഓർക്കുമ്പോൾ കൃഷ്ണനായർ സാറിന്റെ സാറ് പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ അന്ന് ആ പുസ്തകം വായിച്ചിട്ട് സാനുമാഷയും വിളിച്ചു, കൃഷ്ണനായർ സാറിനെയും വിളിച്ചു. അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇറങ്ങി പുറത്തപ്പോഴാണ്. കാരണം അതിമനോഹരമായ ഒരു അവതാരിക കൂടി കൃഷ്ണനായർ സാറ് ആ പുസ്തകത്തെക്കുറിച്ച്, കർമ്മഗതിയെക്കുറിച്ച് ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതും നല്ല ഭയങ്കരമായ തോന്നി. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തെയും പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചു. എന്തൊരു ജീവചരിത്രം എന്ന് പറയുന്നത് കവിതയാണ് അല്ലേ? കവിത പോലെയാണ്, ജീവചരിത്രമാണോ അത് സാഹിത്യമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന തരത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ
ജനിച്ചു വളർന്നു വന്ന ആ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ കൈവെള്ളയിൽ എന്ന പോലെ നമുക്ക് അറിയാവുന്ന സ്ഥലം പോലെ നമുക്ക് തോന്നും. എഴുതി കഴിയുമ്പോൾ ആ ഒരു ഭൂമിക, അദ്ദേഹം വളർന്നു വന്ന ആ ഒരു പ്രദേശം, അവിടുത്തെ സ്കൂള്, അവിടുത്തെ ഗ്രാമീണ അന്തരീക്ഷം, ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത് എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ഒരു ഭൂമികയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴാണ് വായനക്കാരന്, അല്ലെ? വലിയ എഴുത്തുകാരൊക്കെ അങ്ങനെയാണ്, അവർ ക്രിയേറ്റ് ചെയ്യും ഓരോ പ്രദേശങ്ങൾ, ഓരോ സ്ഥലം. ഞാൻ പണ്ട് പറയും, നമ്മുടെ എമിലി ബ്ലോണ്ടയുടെ വുതറിംഗ് ഹൈറ്റ്സ് നമ്മൾ വായിക്കുമ്പോൾ എമിലി ബ്ലോണ്ടെ എന്ന് പറയുന്ന 28 വയസ്സുകാരിയായ നോവലിസ്റ്റ് എഴുതിയ ഒരു പ്രത്യേക ഹൈറ്റാണ്, പ്രത്യേകമായ ഒരു തണുത്ത കാറ്റടിക്കുന്ന ഒരു വല്ലാത്തൊരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് എഴുത്തുകാരി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെയാണ് ക്ലാസിക് ആകുന്നത്. ഈ കർമ്മഗതി അങ്ങനെയാണ്. നമ്മളും ആ കുട്ടിയോടൊപ്പം നമ്മളും ഉണ്ട്, ഒരു സഹപാഠിയായി, കൂട്ടുകാരനായി, അല്ലെ, ബന്ധുവായി നമ്മൾ കൂടി ഉണ്ട് എന്ന രീതിയിൽ ഒരു ജീവചരിത്രത്തെ ഇത്രയും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കർമ്മഗതി പോലുള്ള ഒരു പുസ്തകം വളരെ അപൂർവമായിട്ട് ഉണ്ടാകും. നമ്മൾ എത്രയോ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, എത്രയോ ഗ്രന്ഥങ്ങൾ, ആത്മകഥകൾ വായിച്ചിട്ടുണ്ട്, എല്ലാം. പക്ഷെ ഇത് ഒക്കെ അതിൻ്റെ മുന്നിൽ നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. ആ എഴുത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, എഴുത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഞാൻ എല്ലാ പുസ്തകങ്ങളെ കുറിച്ചും സംസാരിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളല്ല. എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വേദിയിൽ പറയുന്നത്. സാനുമാഷയെ കുറിച്ച് എത്ര സംസാരിച്ചാലും നമുക്ക് മതിവരാത്ത തോമസ് മാത്യു സാറ് കൃത്യമായി കുറഞ്ഞ വാക്കുകളിലൂടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ വിസ്തരിച്ച്, അതിനേക്കാൾ കൂടുതൽ ഒന്നുമില്ല. വിജ്ഞാനദാഹവും, അല്ലെ, കാരുണ്യവും സ്നേഹവുമായിരുന്നു 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായിരുന്നു വിജ്ഞാനദാഹമായിരുന്നു. അതായത് നമ്മൾ പറയല്ല, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ യാത്രയാണ് ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു സാനുമാഷ്. അവസാനം വരെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്, ഇൻ സെർച്ച് ഓഫ് നോളജ് ആണ് ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ ഒരു വലിയ എഴുത്തുകാരനും നിരൂപകനും ഒരു അധ്യാപകനും. അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളൊക്കെ എത്ര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ഞങ്ങളുടെ അധ്യാപകനായിരുന്നു സാനുമാഷ് എന്ന്. തൻ്റെ പ്രൊഫഷനിൽ കാണിച്ച ആ നീതിബോധം, കുട്ടികളോട് കാണിച്ച സ്നേഹം, അവരെ ചേർത്ത് നിർത്തിയത്, സഹപ്രവർത്തകരായ അധ്യാപകരോടുള്ള ബന്ധം, ഒരുപാട് ചരിത്രം, കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സാഹിത്യ ചരിത്രവും അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിരന്തരമായി എഴുതിക്കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മലയാളത്തെ അദ്ദേഹം ഏത് കാലത്തും അദ്ദേഹം ജ്വലിപ്പിച്ചു നിർത്തി എന്നുള്ളതാണ് സാനുമാഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ സത്യം പറഞ്ഞാൽ എന്നോട് ഒരു പുസ്തകം അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയ പുസ്തകം റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനേക്കാൾ ഒരാളെ ഗുരുവായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഒരാൾക്ക് ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ എന്തുണ്ടാകാൻ? എനിക്ക് ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഞാൻ നിറകണ്ണുകളോടെയാണ് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഗുരുവായ ഒരാൾ ഏറ്റവും അവസാനം എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ യോഗ്യനാണോ എന്നുള്ള സംശയം ഞാനത് പ്രകടിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി, നിറകണ്ണുകളോടുകൂടി ഞാൻ അദ്ദേഹം അവസാനം എഴുതിയ ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രകാശനം ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം